ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി GCC രാജ്യങ്ങൾ. ഇറാന്റെ ആക്രമണങ്ങളെ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്ന് GCC രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാൻ നടത്തുന്ന ആവർത്തിച്ചുള്ള ആക്രമണങ്ങളെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ശക്തമായി അപലപിക്കുകയാണ്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇറാനെ രൂക്ഷമായി വിമർശിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു പറയുന്നത് സൗദി അറേബ്യയുടെ വാദിയാൻ, അതോടൊപ്പം തന്നെ ഖത്തറിന്റെ അൽ റുഖിയാത്ത് LNG ടാങ്കർ, ഈ ടാങ്കറിനും അതോടൊപ്പം തന്നെ സൗദിയുടെ ചരക്ക് കപ്പലിനും നേരെ ഹോർമൂസിൽ നടത്തിയിട്ടുള്ള ആക്രമണം അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. അത് സുരക്ഷിതമായിരിക്കണം. അതിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയണം. പക്ഷേ ഇപ്പോൾ അത് ഇറാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ കുറ്റകൃത്യം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ അപ്പുറം അംഗരാജ്യങ്ങളായിട്ടുള്ള ബഹ്റൈനും കുവൈറ്റിനുമെതിരെ ആവർത്തിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിക്കുകയാണ്. അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള വെടിനിർത്തൽ കരാറും ഇറാൻ ലംഘിക്കുന്നു. ഹോർമൂസിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുമപ്പുറം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് നിൽക്കും. GCC രാജ്യങ്ങളൊക്കെ തന്നെ ഇറാന്റെ ആക്രമണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുമെന്നാണ് പറയുന്നത്. ഏതൊരു അംഗരാജ്യത്തിനെതിരെയും ഉണ്ടാകുന്ന ആക്രമണം അത് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണമായി കാണുകയും ഒരുമിച്ച് പ്രതിരോധിക്കുകയും ചെയ്യും. മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനും അതോടൊപ്പം തന്നെ സ്വയം രക്ഷയ്ക്കും നടപടികൾ സ്വീകരിക്കാൻ അവകാശമുണ്ട്. അത് UN ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ GCC രാജ്യങ്ങൾ ഇനി പ്രതികരിക്കും, സ്വയം പ്രതിരോധിക്കുകയും ചെയ്യും. ഹോർമൂസ് എന്നും സുരക്ഷിതമായിരിക്കണം. അത് ഇറാന്റേത് മാത്രമായി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇറാനെതിരെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെളിവിറ്റ, മാതൃഭൂമി ന്യൂസ്.